ഹലോ, വെൽക്കം ടു നീക്കുട്ടീസ് വ്ലോഗ്. ഈ ചീര കണ്ടിട്ടുണ്ടോ? ചായ മൻസ. ഇതിൻ്റെ തോരൻ്റെ റെസിപ്പി നമ്മുടെ തന്നെ ചാനലിലുണ്ട്. അടുത്ത വേറൊരു തരം ചീരയാണേ. ഇത് കറിവേപ്പില ചീര എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്നത്. കാരണം ഇതിൻ്റെ ഇല കണ്ടാൽ കറിവേപ്പിലയായിട്ട് നല്ല സാമ്യമുണ്ടല്ലോ. ഇനി അടുത്ത വേറൊരു ചീരയും കൂടി ഉണ്ട്. ഇത് പച്ച ചീര എന്നാണ് ഞാൻ പറയാറ് കേട്ടോ. വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് കണ്ടോ, ഒരു മൂട്ടിൽ നിന്ന് തന്നെ കുറേ ശാഖകളായിട്ട് ഇങ്ങനെ കിട്ടും. ഇതൊക്കെ ഞാൻ ഒടിച്ചെടുത്തതിന് മുന്നേ തോരൻ വെച്ചിട്ടുള്ളതാണേ. അപ്പോൾ ഇന്ന് നമ്മൾ ചീര കൊണ്ടുള്ള 2 വ്യത്യസ്ത റെസിപ്പികളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നീലക്കുട്ടിയുടെ ചീര കൊണ്ടുള്ള ഫോട്ടോഷൂട്ടാണ്. ഈ ചീര കൊണ്ടുപോയി വെച്ച പാടെ എന്നോട് പറഞ്ഞു, അമ്മ ഇത് ഞാൻ പിടിക്കുന്നൊരു വീഡിയോ എനിക്ക് എടുത്തു തരുമോയെന്ന്. അങ്ങനെ നമ്മൾ ചീരയെല്ലാം ചെറിയതായിട്ട് കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഉള്ളി, പച്ചമുളക് എന്നിവ നന്നായിട്ട് കടുക് വറുത്ത് അതിലിട്ട് വാട്ടിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചീര ഉണ്ടല്ലോ, ഇത് ഞാൻ 2 ഭാഗം ആക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചീര ഞാൻ വേറൊരു റെസിപ്പിക്ക് വേണ്ടി എടുത്ത് മാറ്റി വെച്ചു. ഇനി ബാക്കിയുള്ള ചീരയിൽ മഞ്ഞളും ഉപ്പും ഇട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചിട്ടുണ്ട്. ഇത് ഈ വാട്ടിയ ഉള്ളിയിലേക്കും പച്ചമുളകിലേക്കും ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കുക. ചീരയ്ക്കകത്തും തന്നെ നമ്മൾ കഴുകുമ്പോൾ ഒക്കെ ഉള്ള വെള്ളം കുറച്ച് ഇറങ്ങി വരുന്നുണ്ട്. അല്ലാണ്ട് വേറെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഒഴിച്ച് കൊടുത്താൽ ഈ ചീര അങ്ങ് കുഴഞ്ഞു പോകും കേട്ടോ. എന്നിട്ടൊരു മൺചട്ടിയിൽ നല്ലപോലെ ഇങ്ങനെ, ഇത് തോരാനിടുക എന്നാണ് ഞാൻ പറയാറ്, 4 സൈഡിലേക്കും ആക്കി ഇങ്ങനെ വെക്കും. അപ്പോഴേക്ക് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ഐറ്റം ഇനി ചക്കക്കുരു ചീരത്തോരനാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമുക്ക് ചക്ക കിട്ടിയിരുന്നല്ലോ, അതിനകത്തുനിന്ന് കുറച്ച് ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. ഇളം ചക്കക്കുരുവാണ് കേട്ടോ. അത് ഞാൻ കുക്കറിൽ വേവിച്ചിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആദ്യം നമ്മൾ ചെയ്ത ചീരത്തോരൻ്റെ അതേ പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ ആദ്യം ചെയ്യാനുള്ളത്. കുറച്ച് ചീര എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചീരയിലേക്ക് നമ്മൾ ഇത്തിരി തേങ്ങയും അതോടൊപ്പം തന്നെ ഇത്തിരി മഞ്ഞളും ഉപ്പും ഇട്ടിട്ട്, ഇതിൽ ഞാൻ മഞ്ഞൾ ഇടുന്നില്ല കേട്ടോ, ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മഞ്ഞൾ ഇട്ടിട്ടില്ലേ. ഉപ്പും തേങ്ങയും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ ഉള്ളി വാട്ടുന്നു, അതിലേക്ക് ഈ ചീര ഇടുന്നു. ഇനി ഈ ചീര നല്ലപോലെ ഒന്ന് ഒരു ദിവസം എടുത്ത് വെച്ചുകൊണ്ട് അതിനകത്ത് അധികം വെള്ളമില്ല കേട്ടോ. ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോൾ ആവി വെള്ളം ഇറങ്ങിയിട്ട് നല്ല രീതിയിൽ വേവുന്നുണ്ടേ. ഓക്കെ, ഇപ്പോൾ അത് വെന്തല്ലോ. ഇനി നമ്മൾ സ്ഥിരം പരിപാടി, നടുക്കൊരു കുഴി കുഴിക്കുക. അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന എന്താ പറയുക, ചക്കക്കുരു നമ്മൾ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ചീര കൊണ്ട് തന്നെ അതിനെ ഒന്ന് മൂടി പൊത്തി വെക്കുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിലൊന്ന് സെറ്റ് ആവട്ടെ അവിടെ ഇരുന്ന്. അങ്ങനെ നല്ല രീതിയിൽ ചക്കക്കുരു ഒന്ന് മൂടി, ഇനി അത് വേറൊരു പാത്രം വെച്ച് മൂടി വെച്ച്, ഇനി ആ മൂട തുറന്നപ്പോഴേക്ക് ഇതാ നമ്മുടെ ചീര ചക്കക്കുരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നോക്കി നല്ല അന്തസ്സ്, നല്ല രസമുള്ള തോരനാണ് കേട്ടോ. ഇത് കൂട്ടി എത്ര ചോറ് വേണേലും കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.